നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക സ്വദേശിനി സരസുവിന്റെ കൊലപാതകം. പ്രതി ചന്ദ്രു രമേഷ് കാംബ്ല എന്ന സുനിൽ അറസ്റ്റിൽ. പ്രതി പിടിയിലായത് കർണാടക ഷിമോഗയിൽ വെച്ച്. ദേശീയ പണിമുടക്ക് രണ്ടാം ദിനത്തിലും കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ജനജീവിതം സ്തംഭിച്ചു. ജോർക്കല്ല് ആദർശ് നഗർ ജനാർദ്ദന കലാവൃന്ദയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ ചെയർമാൻ K. പ്രതാപ് ചന്ദ്ര ഷെട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുത്തൂർ വൈഷ്ണവി നാട്യാലയത്തിന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ശാഖയിൽ നൃത്ത സംഗീത പരിപാടി സംഘടിപ്പിച്ചു. നാടിന് ആഘോഷ നിറവ് പകർന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയത് നിരവധി പേർ. യുവകലാ സാഹിതിയുടെ സാംസ്കാരിക യാത്ര 10-ന് തുടങ്ങും. കാഞ്ഞങ്ങാട് മന്തോപ്പ് മൈതാനിയിൽ നിന്നും തമിഴ് കവയിത്രി സൽമ സാംസ്കാരിക യാത്ര ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഫെബ്രുവരി 6 മുതൽ 10 വരെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി ലയൺസ് ഗവർണർ സന്ദർശനം നടത്തി. ഗണേശൻ കണിയറക്കലാണ് സന്ദർശനം നടത്തിയത്. വാർത്തകൾ വിശദമായി. കർണാടക ഹുബ്ലി സ്വദേശിനിയും വിദ്യാനഗർ ചാല റോഡിൽ ഒറ്റമുറി ക്വാർട്ടേഴ്സിലെ താമസക്കാരിയുമായിരുന്ന സരസുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി അറസ്റ്റിൽ. കർണാടക ബെൽഗാം കാസ്ബാഗ് കരേക്കൗപ്പ കളന്തൂർ സ്വദേശി ചന്ദ്രു രമേഷ് കാംബ്ല എന്ന സുനിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടക ഷിമോഗയിൽ വെച്ചാണ് പ്രതിയെ SP-യുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കാസർഗോഡ് ASP D. ശില്പ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് വിവരം പോലീസ് പുറത്തുവിട്ടത്. കർണാടക ഷിമോഗയിൽ വെച്ചാണ് പ്രതിയെ SP-യുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. 5 മാസമായി സരസുവും ചന്ദ്രുവും ഒരുമിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഡിസംബർ 16-ന് വൈകിട്ടാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. 17-ന് ഇവർ തമ്മിലുള്ള വാക്തർക്കം രൂക്ഷമാവുകയും ഇതിനിടെ ചന്ദ്രു സരസുവിന്റെ തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. 18-ന് രാവിലെ സരസു മരിച്ച കാര്യം മനസ്സിലാക്കിയ ചന്ദ്രു തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് ഡിസംബർ 20-ന് വ്യാഴാഴ്ച രാവിലെയോടെയാണ് സരസുവിനെ മുറിക്കകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തല ചുമരിൽ ഇടിച്ചതിനെ തുടർന്ന് തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം. മർദ്ദനമേറ്റ പാടുകളും ശരീരത്തിലുണ്ട്. കൊലപാതകം നടന്ന ശേഷം ഇന്റർലോക്ക് ഉടമയ്ക്ക് മുറിയുടെ താക്കോലേൽപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു ചന്ദ്രു മുങ്ങിയത്. 2 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്താമെന്നും ഉടമയോട് പറഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടും എത്താത്തതിനെ തുടർന്ന് ഇയാളുടെ ഫോണിൽ ഉടമ ബന്ധപ്പെട്ടുവെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പണി സാധനങ്ങൾ എടുക്കുവാനായി ഉടമ മുറിയിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് സരസുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പ്രതിയെ കണ്ടെത്തുവാൻ കർണാടകയിലും മറ്റും പോലീസ് ഊർജിതമായ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഷിമോഗയിൽ വെച്ച് പ്രതി പിടിയിലായത്. മൊബൈൽ ഫോൺ വിളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ചന്ദ്രുവിനെ കുടുക്കിയത്. On 16th, Chandru had caught Sarsu indulging in illegal relations with some other person. Actually, Chandru is also married and he was also living in with this lady Sarasu. And when he caught her, they had a scuffle and she went off from the house. And next day she returned on 17th morning. And again that day evening they both had alcohol and they got into a scuffle and he had beaten her. And next day morning when he got up, he found her dead. So he immediately fled from that place. So when we investigated further through cyber investigation and his calls, we got to know that he was in regular touch with a friend. So we got in touch with him and questioned him further. And one day Chandru contacted this person and we got to know that Chandru is in Tirthalli. So we went there. He was working in a farmhouse there. From there we picked him up and on questioning he has admitted that he has committed the murder. കാസർഗോഡ് CI VV മനോജ്, SI അജിത് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് BMS ഒഴികെയുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് രണ്ടാം ദിനത്തിലും കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. KSRTC സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ചയും സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. നഗരത്തിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ മാത്രമാണ് സർവീസ് നടത്തിയത്.
സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് രണ്ടാം ദിനവും ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. KSRTC അടക്കമുള്ളവ ബുധനാഴ്ചയും സർവീസ് നടത്തിയില്ല. ഇത് ജനജീവിതത്തെ ദുസ്സഹമാക്കി. യാത്രാ സൗകര്യങ്ങളില്ലാതെ പലരും നട്ടം തിരിയുന്ന കാഴ്ചയായിരുന്നു ബുധനാഴ്ചയും. കാസർഗോഡ് മംഗലാപുരം അന്തർ സംസ്ഥാന പാതയിൽ ബുധനാഴ്ചയും KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇത് അത്യാവശ്യമായി മംഗലാപുരത്തെത്തേണ്ട രോഗികളടക്കമുള്ള യാത്രക്കാരെ വലച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരപരിധിക്കുള്ളിൽ ഓട്ടോ ടാക്സി സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. കാസർഗോഡ് നഗരത്തിൽ ഏതാനും വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ യാത്രാ സൗകര്യങ്ങളില്ലാത്തതിനെ തുടർന്ന് ജനങ്ങൾ എത്താത്തതിനാൽ നഗരം ശൂന്യമാണ്. പണിമുടക്കിയ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ടൗണുകൾ കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി. കാസർഗോഡ് നടന്ന പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ തീവണ്ടി തടഞ്ഞതുമായി ബന്ധപ്പെട്ട് 30 പേർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു. പാലക്കുന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പരാതിയില്ലാത്തതിനാൽ ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പണിമുടക്കിയ തൊഴിലാളികൾ കടകൾ അടപ്പിക്കുവാനെത്താത്തതും വാഹനം തടയാത്തതും പോലീസിനടക്കം ആശ്വാസമായി മാറി. ഇതിനാൽ തന്നെ ജില്ലയിലെവിടെയും സംഘർഷ സാധ്യതയുണ്ടാവുകയോ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും ശക്തമായ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ജോഡ്കല്ല് ആദർശ് നഗർ ജനാർദ്ദന കലാവൃന്ദയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ ചെയർമാൻ K. പ്രതാപ് ചന്ദ്ര ഷെട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലക്ഷ്മണ മടന്തൂർ അധ്യക്ഷത വഹിച്ചു. മംഗളൂർ പോലീസ് കമ്മീഷണർ TR സുരേഷ് IPS മുഖ്യാതിഥിയായിരുന്നു. സയ്യിദ് പൂക്കോയ തങ്ങൾ കയ്യാർ, സ്നേഹാലയ സ്ഥാപകൻ ജോസഫ് ക്രാസ്റ്റ, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട്, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ MN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. GPM കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശിവശങ്കർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കാടി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളൊക്കെ ഏറ്റവും നന്നായി ജീവിതത്തിൽ ആവർത്തിച്ച അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ ഒരു പറച്ചിലാണ് ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച് അത് സ്വർഗം എന്ന് പറയുന്നുവെങ്കിൽ അത് ഇന്ത്യയിൽ ജനിച്ച ഒരു മനുഷ്യന് മാത്രമേ എന്റെ രാജ്യം സ്വർഗം എന്ന് പറയുവാൻ കഴിയുന്ന രീതിയിൽ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആളുകളാണ് നമ്മളൊക്കെ. ചടങ്ങിൽ കന്നഡ സ്പോർട്സ് റിപ്പോർട്ടർ S. ജഗദീഷ് ചന്ദ്ര, അഞ്ജൻ സുതേർപേട്ടെ, പ്രവാസി വ്യാപാരി സിദ്ദിഖ് KK നഗർ, പീപ്പർ ഏജന്റ് രാമചന്ദ്ര പട്ല, കർഷകരായ ലോറൻസ് ഡിസൂസ, അന്തുഞ്ഞി ജോഡ്കല്ല്, അധ്യാപിക പ്രേമലത ജോഡ്കല്ല്, യുവ കർഷകൻ ചന്ദ്രകാന്ത ഷെട്ടി ദേരമ്പള എന്നിവരെ ആദരിച്ചു. ചടങ്ങ് ജനസാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് KCN. പുത്തൂർ വൈഷ്ണവി നാട്യാലയത്തിന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ശാഖയിൽ സംഘടിപ്പിച്ച നൃത്ത സംഗീത പരിപാടി ശ്രദ്ധേയമായി. വൈഷ്ണവി നാട്യാലയം മേധാവി വിരുഷി യോഗേശ്വരി ജയപ്രകാശിന്റെ നിർദ്ദേശാനുസരണമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർണാടക സംസ്ഥാന സമാജ കല്യാണ വകുപ്പ് പ്രസിഡന്റ് വെങ്കടലക്ഷ്മി ഭഗവ ലിംഗരാജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നൃത്തവും സംഗീതവും തമ്മിൽ അഭേദമായ ബന്ധമുണ്ടെന്നും ഇവ രണ്ടും ചേർന്നാലേ കല പൂർണ്ണമാവുകയുള്ളൂവെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള അതിർത്തി ഘടകം പ്രസിഡന്റ് പ്രൊഫസർ ശ്രീനാഥ് അധ്യക്ഷനായി. മുൻ ബദിയടുക്ക പഞ്ചായത്ത് മെമ്പർ മഹേഷ് വളകുഞ്ച, രേഷ്മ സുനിൽ നാരമ്പാടി, അഖിലേഷ് നഗുമുഖം എന്നിവർ സംസാരിച്ചു. യുവകലാ സാഹിതിയുടെ സാംസ്കാരിക യാത്ര 10-ന് തുടങ്ങും. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നിന്നും തമിഴ് കവയത്രി സൽമ സാംസ്കാരിക യാത്ര ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദേശീയത, മാനവികത, ബഹുസ്വരത, ജാതിയില്ല, മതമില്ല, മനുഷ്യനാണ് പ്രധാനം എന്ന സന്ദേശവുമായാണ് യുവകലാസാഹിതി കാഞ്ഞങ്ങാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സാംസ്കാരിക യാത്ര നടത്തുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് യാത്ര നയിക്കുന്നത്.
10-ന് വൈകിട്ട് 5 മണിക്ക് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിലെ കെ മാധവൻ നഗറിൽ തമിഴ് കവിയത്രി സൽമ ഉദ്ഘാടനം നിർവഹിക്കും. 4 മണിക്ക് നടക്കുന്ന കവിസംഗമം മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്യും. കുരിപ്പുഴ ശ്രീകുമാർ, വയലാർ ശരത് ചന്ദ്രവർമ്മ, AP കുഞ്ഞാമു, യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ, TU ജോൺസൺ, ഗീത നസീർ, ഡോക്ടർ വത്സലൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ് മറ്റു ജാഥ അംഗങ്ങൾ. 11-ന് രാവിലെ 9 മണിക്ക് തൃക്കരിപ്പൂരിലാണ് ആദ്യ സ്വീകരണം. 2ാം ദിവസം പയ്യന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും ജാഥ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ആയിഷ ബീവി, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, സംഘാടക സമിതി ചെയർമാൻ M. നാരായണൻ, കൺവീനർ ജയൻ നീലേശ്വരം തുടങ്ങിയവർ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഫെബ്രുവരി 6 മുതൽ 10 വരെ പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് വേദിയാകും. ഫെബ്രുവരി 6 മുതൽ 10 വരെ തീയതികളിലായാണ് കലാമേള നടക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 160 കോളേജുകളിൽ നിന്നുള്ള 4000-ലേറെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കാനെത്തും. കലോത്സവത്തിനായുള്ള 501 അംഗ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. രൂപീകരണ യോഗം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നല്ല ഒരു സാംസ്കാരിക സദസ്സ്, പ്രബുദ്ധരായ ഒരു സാംസ്കാരിക സദസ്സ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊക്കെ നന്നായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകളുടെ സംസാരിക്കാനുണ്ട്. നമ്മുടെ മുമ്പിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഈ സർവകലാശാല കലോത്സവം വളരെ ഭംഗിയായി മികവുറ്റ സംഘാടനത്തിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരം കലോത്സവങ്ങളെല്ലാം ഈ പുതിയ സാഹചര്യത്തിൽ അപകടകരമായ വെല്ലുവിളികൾ സാംസ്കാരിക മേഖലയെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഒരു മതനിരപേക്ഷ പരിസരം കലാലയങ്ങളിലായാലും ക്യാമ്പസുകളിലായാലും എല്ലാം ശാക്തീകരിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയായിട്ട് കൂടിയാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. യൂണിയൻ ചെയർപേഴ്സൺ VP അമ്പിളി അധ്യക്ഷയായി. മുൻ MLA-മാരായ KP സതീഷ് ചന്ദ്രൻ, M. നാരായണൻ നീലേശ്വരം, നഗരസഭാ ചെയർമാൻ KP ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ VPP മുസ്തഫ, കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ, നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T. വിജയൻ, കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി K. രാമനാഥൻ, പത്മനാഭൻ കാവുമ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശിനെ ചെയർമാനായും, ഡോക്ടർ TVV ജയനെ വർക്കിംഗ് ചെയർമാനായും, EK ദൃശ്യയെ ജനറൽ കൺവീനറായും, ശ്രീജിത്ത് രവീന്ദ്രനെ കൺവീനറായും, MV രതീഷിനെ ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി ലയൺസ് ഗവർണർ സന്ദർശനം നടത്തി. ലയൺസ് ഗവർണറായ ഗണേശൻ കണിയറക്കലാണ് സന്ദർശനം നടത്തിയത്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് ലയൺസ് ഗവർണർ ഗണേശൻ കണിയറക്കൽ സന്ദർശനം നടത്തിയത്. സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കുള്ള സഹായധനം ഗവർണർ കൈമാറി. കൂടാതെ ലയൺസിന്റെ പുതുവത്സര ആഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. If you want to shine like a sun in Lionism, first of all, you have to burn like a sun. And I'm sure the Kalyanath Club will do it. VR കൃഷ്ണയ്യ പുരസ്കാരവും വിവിധ പുരസ്കാരങ്ങളും നേടിയ ഡോക്ടർ AM ശ്രീധരനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ലയൺസ് പ്രസിഡന്റ് N. അനിൽകുമാർ അധ്യക്ഷനായി. മുൻ ഗവർണർ ശ്രീനിവാസ് ഷേണായി, KV സുരേഷ് ബാബു, V. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്യൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാന്ത്വന സായാഹ്നം സംഘടിപ്പിച്ചു. ചീമേനിയിലെ സ്നേഹതീരം ബഡ് സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി. M. രാജഗോപാലൻ MLA മുഖ്യാതിഥിയായി. ഗായിക രജിഷ സുരേഷിന്റെ നേതൃത്വത്തിൽ പാർശ്വവൽകൃത വിഭാഗത്തിനായി നടത്തപ്പെടുന്ന സാന്ത്വന സായാഹ്നം എന്ന സംഗീത പരിപാടി കയ്യൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ചീമേനി സ്നേഹതീരം ബഡ് സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി. M. രാജഗോപാലൻ MLA മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം മോഹനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷീന, ഇന്ദിരാമോഹൻ എന്നിവർ സംസാരിച്ചു.
തുടർന്ന് രജിത സുരേഷിന്റെ നേതൃത്വത്തിൽ ബഡ് സ്കൂളിലെ കുട്ടികൾക്കുള്ള സാന്ത്വനമായി ഗാനാലാപനം നടന്നു. തന്നിൽ തളിരിട്ട സംഗീതം നിരന്തര സാധനയിലൂടെ പൊലിപ്പിച്ചെടുത്ത രജിത സുരേഷ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളിലൂടെ രോഗം ഏറ്റുവാങ്ങേണ്ടി വന്നവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് വേദികളിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ച ഗായിക തനിക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും അഭിമാന ബോധവും തോന്നുന്നത് സാന്ത്വന സംഗീത പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴാണെന്ന് പറയുന്നു. രജിത സുരേഷിന്റെ 25ാമത് സാന്ത്വന സായാഹ്നമായിരുന്നു കയ്യൂരിൽ നടന്നത്. രജിത, ശശി ചോലക്കാട്ട്, രഞ്ജിന ബാബു, മധു കൊടക്കാട്, സുനിൽ ബംഗളം എന്നിവരായിരുന്നു വേദിയിലെത്തിയ മറ്റുള്ളവർ. ബഡ് സ്കൂളിലെ കുട്ടികളും ഗാനങ്ങൾ ആരംഭിച്ചു. നീലേശ്വരം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിന്റെയും കയ്യൂർ സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സാന്ത്വന സായാഹ്നം നടന്നത്. എരിക്കുളം മടിക്കൈ ആലമ്പാടി ഗവൺമെന്റ് UP സ്കൂളിന് അസംബ്ലി ഹാളായി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. എരിക്കുളം മടിക്കൈ ആലമ്പാടി ഗവൺമെന്റ് UP സ്കൂളിന് പുതുതായി നിർമ്മിച്ച അസംബ്ലി ഹാൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പ്രസിഡന്റ് C. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുള്ള സങ്കുചിതമായിട്ടുള്ള ലക്ഷ്യമായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അന്ന് തുടങ്ങിയിരുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത്, നമ്മളിവിടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനകത്ത് ഇവിടെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്കൂളുകളുടെയും സിലബസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കുറേ ക്ലാർക്കുമാരെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഭരണം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വേണോ അതിന് വേണ്ടുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം അന്നത്തെ വിദ്യാഭ്യാസ രീതി. പഞ്ചായത്ത് അംഗം A. ദാമോദരൻ അധ്യക്ഷനായി. ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV ജയരാജ് ചടങ്ങിലെ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ശശീന്ദ്രൻ മടിക്കൈ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് അംഗം E. K. കുഞ്ഞികൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി N. K. കൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി ഷാർങ്ധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് OV മോഹനൻ, എരിക്കുളം വേട്ടക്കുരമകൻ ക്ഷേത്രം സെക്രട്ടറി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ M. രാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M. രാജീവൻ നന്ദിയും പറഞ്ഞു. കണ്ണാടിപ്പാറ ഗ്രാമീണ ഗ്രന്ഥാലയത്തിൽ നടന്ന തയ്യൽ പരിശീലനം സമാപിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. 6 മാസക്കാലം നീണ്ടതായിരുന്നു പരിശീലനം. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെയും കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ കമ്മ്യൂണിറ്റി പോളിടെക്നിക് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലും കണ്ണാടിപ്പാറ ഗ്രാമീണ ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയുമാണ് സൗജന്യ തയ്യൽ പരിശീലനം സംഘടിപ്പിച്ചത്. 6 മാസ കാലയളവിൽ നടത്തിയ പരിശീലന പരിപാടി ഡിസംബർ 23 സമാപിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞ ദിവസം നടന്നു. പിലിക്കോട് പഞ്ചായത്ത് അംഗം PV കൃഷ്ണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പഴയ തുണി മറ്റു കിട്ടാവുന്ന തുണി വാങ്ങിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ അത് കുറേ കൂടെ നന്നായി ചെയ്യണം. അങ്ങനെ ചെയ്ത് കൊണ്ടിപ്പോൾ ആൾക്കാർ പറയണം അവിടെ കൊണ്ട് കൊടുത്താൽ നമുക്ക് പിന്നെ നന്നായി ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പഴയ നിങ്ങൾ വീട്ടിലൊക്കെ സാധനങ്ങൾ തുന്നി കഴിഞ്ഞാൽ തന്നെ തുന്നക്കൂലി പുറത്ത് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഗ്രാമീണ ഗ്രന്ഥാലയം പ്രസിഡന്റ് M. അശ്വിനികുമാർ അധ്യക്ഷനായി. CV നാരായണൻ, മടായി കുഞ്ഞിക്കണ്ണൻ, K. മധുകുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി T. മനോജ് സ്വാഗതവും ലൈബ്രറിയൻ PK അംബുജാക്ഷി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക സ്വദേശിനി സരസുവിന്റെ കൊലപാതകം. പ്രതി ചന്ദ്രു രമേശ് കാംബ്ല എന്ന സുനിൽ അറസ്റ്റിൽ. പ്രതി പിടിയിലായത് കർണാടക ഷിമോഗയിൽ വെച്ച്. ദേശീയ പണിമുടക്ക് 2ാം ദിനത്തിലും കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ജനജീവിതം സ്തംഭിച്ചു. ജോർക്കല്ല് ആദർശ് നഗർ ജനാർദ്ദന കലാവൃന്ദയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ ചെയർമാൻ K. പ്രതാപ് ചന്ദ്ര ഷെട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുത്തൂർ വൈഷ്ണവി നാട്യാലയത്തിന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ശാഖയിൽ നൃത്ത സംഗീത പരിപാടി സംഘടിപ്പിച്ചു. നാടിന് ആഘോഷ നിറവ് പകർന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയത് നിരവധി പേർ. യുവകലാ സാഹിതിയുടെ സാംസ്കാരിക യാത്ര 10-ന് തുടങ്ങും. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നിന്നും തമിഴ് കവയിത്രി സൽമ സാംസ്കാരിക യാത്ര ഉദ്ഘാടനം ചെയ്യും.
കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഫെബ്രുവരി 6 മുതൽ 10 വരെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി ലയൺസ് ഗവർണർ സന്ദർശനം നടത്തി. ഗണേശൻ കണിയറക്കലാണ് സന്ദർശനം നടത്തിയത്. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.